History tells us that powerful people come from powerful places. അപ്പൊ തുടങ്ങാല്ലേ? ഹായ് ഗായ്സ്, നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നെല്ലിയാമ്പതിയിലെ ഇതേർക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എത്ര അടി ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അത് ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചെങ്കിൽ അറിയാൻ പറ്റും. 16 അടിയെങ്കിലും കാണും. 16 അടിയെങ്കിലും കാണും. ഇതിന്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടാണ്. നമ്മൾ കേശവൻ പാറ ആണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ. നമ്മളിപ്പോൾ സീതാർകുണ്ട് കണ്ടു കഴിഞ്ഞു. നമ്മളിനി കേശവൻ പാറയിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഇത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വ്യൂ പോയിന്റ് ഞങ്ങൾ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി അവിടെ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ സീതാർകുണ്ടിൽ നിന്ന് ഇറങ്ങി നേരെ കേശവൻ പാറയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തും. പിന്നെ വഴി മോശമാണ്, അപ്പോൾ അതിൻ്റെ ഒരു താമസം എടുക്കും. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് കാണാം. പിന്നെ അങ്ങോട്ട് പോകുന്നതിൻ്റെ കാഴ്ചകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഓക്കെ. നമ്മളിപ്പോൾ കേശവൻ പാറയിലെത്തി. അപ്പോൾ നമ്മൾ താഴെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി പോയിന്റ്. നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന ടിക്കറ്റിനൊക്കെ വില എത്രയാന്ന് നോക്കാം. നമുക്ക് ചേരാം. അപ്പോൾ നമ്മളിവിടെ എൻട്രിയിൽ വന്നേക്കാണ്. അപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് 15 ആണ് വരുന്നത്, 15. അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഇവിടെ വൈഫൈ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. അപ്പോൾ മൊത്തം 60 രൂപയായി. അപ്പോൾ നമ്മൾ നേരെ എൻട്രി പോയിന്റിലേക്ക് കയറാണ്. അപ്പോൾ ബാക്കി കാഴ്ച അവിടെ. അപ്പോൾ നമ്മൾ കാടിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇനിയാണ് ഇവിടെ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഇനി അങ്ങോട്ട് ഇവിടെ ഓൾറെഡി നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യാം. പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഈ കാടിന്റെ നടുവിലൂടെ ഒരു യാത്ര. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് പുറമെ കാണാം. ഇപ്പോൾ നമ്മൾ കാടിന്റെ നടുക്കിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേശവൻ പാറയുടെ ഐതിഹ്യം നമുക്കറിയില്ല. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പഠനം നടത്താണ്ടാണ് നിങ്ങൾ ഇറങ്ങിയത്. തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ട്രിപ്പായിരുന്നത്. വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. നെല്ലിയാമ്പതി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളും നമുക്കങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ അറിവ് കിട്ടുകയാണ്, ഈ കേശവൻ പാറയുടെ ഐതിഹ്യം എന്താണെന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചാനൽ വഴി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ മാത്രം ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ കേശവൻ പാറയുടെ ഇപ്പുറത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് വ്യൂ പോയിന്റ്. താഴെ കാണുന്നതാണ് പൂത്തുണ്ടി ഡാം. നമ്മൾ അവിടേക്ക് ഇതുവരെ പോയിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഈവനിങ് ടൈമിലാണ് അവിടെ കയറുള്ളൂ. കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഈവനിങ് ടൈമിൽ പോകുകയാണെങ്കിൽ ഈ വെയിൽ കുറവായിരിക്കും. അപ്പോൾ
നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഡാമിൻ്റെ താഴെയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണാം താഴെ ചെന്ന് കഴിയുമ്പോൾ. ഇപ്പോൾ ഈ കാണുന്നതാണ് വ്യൂ പോയിന്റ്. താഴെ കമ്പ്യൂട്ടർ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രോസ് വ്യൂ കിട്ടും. നമുക്ക് താഴേക്ക് ദീപമേ കിനാവു പോലെ കണ്ണിലേകുവാ നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര. ഗൈസ്, നമ്മളിപ്പോൾ കയറ്റം കയറി വന്നു. കുറച്ച് പാടായിരുന്നു, എന്നാലും കഷ്ടപ്പെട്ടാണെങ്കിലും കയറി. അപ്പോൾ നമ്മളിവിടെ ഇങ്ങടേക്ക് കുറച്ച് മാറി കഴിയുമ്പോൾ, അതായത് കയറി വന്ന് കുറച്ച് സൈഡിലേക്ക് മാറി കഴിയുമ്പോൾ ഒരു കുളം പോലെ ഉണ്ട്. നമ്മളത് എന്താണെന്ന് കാണാൻ പോവാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. കാട്ടിലോട്ടൊന്നും എൻട്രി ഇല്ല. കാട്ടിലോട്ട് കയറുന്നവർക്ക് ശിക്ഷയൊക്കെ ഉണ്ടാവും, ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാട്ടിലേക്കൊന്നും കയറാനൊന്നും റിസ്ക് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുളം ഒക്കെ കണ്ടിട്ട് വരാം. അയ്യോ, സംസാരിക്കാനുള്ള ഇതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് അറിയില്ല. ഒത്തിരി കാലം അറിവുകളാലേ അറിവുകളാലേ പൂമഴ പോലെ. അപ്പോൾ ഗൈസ്, നമ്മൾ കേശവൻ പാറയിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി പോയിക്കൊണ്ടിരിക്കുന്ന പൂത്തുണ്ടി ഡാമിലേക്കാണ്. അപ്പോൾ നമ്മളതിൻ്റെ ടോപ്പ് വ്യൂ അവിടെ നിന്ന് കണ്ടായിരുന്നു കേശവൻ പാറയിൽ നിന്ന്. അപ്പോൾ താഴെയുള്ള വ്യൂ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അവിടെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് എന്തായാലും 5 മണിക്ക് ശേഷം 5 മണിക്ക് മുമ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഈ പൂത്തുണ്ടി ഡാം എന്ന് പറയുന്നത് ചെക്ക് പോസ്റ്റിൻ്റെ വെളിയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. 6 മണിക്ക് എന്താണ് അവിടെ ക്ലോസിങ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കിടക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ ഈവനിങ് വ്യൂവും കാര്യങ്ങളും, അവിടുത്തെ ഈവനിങ് വ്യൂ ഭയങ്കര അടിപൊളിയാണ്. കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പൂത്തുണ്ടി ഡാമിലെത്തി. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് അഡൽട്ടിന് ഒരാൾക്ക് 20 രൂപ എന്നുള്ള നിരക്കിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത് എൻട്രി ആണ്. നേരെ ഇത് ഗാർഡനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറി വരുന്നത് ഗാർഡനിലേക്കാണ്. അപ്പോൾ ഡാമിലേക്ക് പോകുന്നത് ആ വഴിയാണ്. ഡാമിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് പോകണം ആ വഴി കയറി കഴിഞ്ഞാൽ. ദീപമേ കിനാവു പോലെ കണ്ണിലേകുവാ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഡാം. അത്യാവശ്യം വെള്ളമുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. പിന്നെ ഇതിൻ്റെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണിത്. അത് നമ്മൾ ഇറങ്ങി വന്ന നെല്ലിയാമ്പതി മലകളാണ്. അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് വന്നത്. പിന്നെ ഇത് നടക്കാനുണ്ട് ഒരുപാട്, അങ്ങേറ്റം പോലെ ഇങ്ങേറ്റം വരെ. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അങ്ങേറ്റം വരെ വെറുതെ നടന്നിട്ട് വരാം. താഴെ കുറേ വേസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന കാണാം.
എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് കരുതിയാൽ മതി. നമ്മളിവിടെ വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗി നഷ്ടമാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക. കൃത്യമായി വേസ്റ്റ് ഇടുന്ന വേസ്റ്റ് പിന്നൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്, അവിടെ മാത്രം പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇടുക. അപ്പോൾ അതേ താഴെ തന്നെ കണ്ടില്ല, താഴെ ഒരുപാട് വേസ്റ്റുകളൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് നെല്ലിയാമ്പതി യാത്ര അവസാനിപ്പിക്കുകയാണ്. അല്ലാണ്ടുള്ള യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി തിരിച്ച് എറണാകുളത്ത് എത്തണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്. ഞങ്ങളിങ്ങനെ 1-2 പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങള് മാത്രം കേട്ടോ, ഇവിടെ ഒന്നും അല്ല. താഴേക്ക് എത്ര അടി ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് മാളുവിനെടുത്ത് താഴേക്ക് ഇട്ടാലൊന്ന് ആലോചിക്കാണ്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. താഴെ ചെന്നിട്ട് പറഞ്ഞത് എത്ര അടി ഉണ്ടെന്ന്. നിനക്ക് എത്ര അടി കിട്ടും നോക്കിയാൽ മതി. നിനക്ക് എത്ര അടി കിട്ടും നോക്കിയാൽ മതി. അടി പറഞ്ഞു തമാശ. എല്ലാരും ചിരിപ്പിൻ. ഞങ്ങള് കൊറേ കല്ലും മണ്ണും താണ്ടിയൊക്കെ വന്നു. ട്രക്കിങ് ചെയ്താണ് വന്നു. ശബരിമലയ്ക്ക് ഇവരൊക്കെ ചളി പറയണ ഒരു കുഴപ്പമില്ല. ഞങ്ങള് കുറച്ച് പിന്നെ മാളുമാൾക്ക് എന്താണ് പറയാനുള്ളത്? ഓ, എനിക്കൊന്നും പറയാനില്ല. നല്ല സ്ഥലം അല്ലേ? അതെ അതെ പ്രകൃതി രമണീയമായ സ്ഥലം. അതെ 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 നല്ല സ്ഥലമാണ് അല്ലേ? അതെ അതെ. കേശവൻപാറ രമണീയമാണല്ലേ? കേശവൻപാറ എങ്ങനെ ഉണ്ടായി ഗൈസ് നിങ്ങളുടെ ഒരു ഇതില്? ഞങ്ങളുടെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ കേശവൻപാറ വലിയൊരു ഇതാണ്. പാറ പോലെ ഉണ്ട്. അതെ, ഞാനടുത്ത് കൂളാന്ന്. എങ്ങനെ ഉണ്ടായി പാറന്ന് ഇറങ്ങി വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിയാം. തിരിച്ച് അത് നിങ്ങൾ കാണും ഗൈസ്. ഇറങ്ങി വരാൻ സ്വാഭാവികമായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാലുവേദനയൊക്കെ ഉണ്ടാവും. ഇനി തിരിച്ച് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കയറൊക്കെ ഇട്ട് വലിച്ച് കരണ്ടി വരുന്നു. ആളൊക്കെ ചാടി ഓടി ഇറങ്ങിയത് അല്ലേ? അതെ 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 അതെ. ഇത്രേ ഉള്ളൂ. ഇത്ര എന്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളൂ. നീ മാളു ഉരുണ്ട് വീഴാണ്ട് സൂക്ഷിക്കണം ഗൈസ്. ടിപ്പ് ഫ്രം മാളു. ഉരുണ്ട് വീണാൽ നേരെ താഴോട്ട് പോകും. അതെ അതെ. അങ്ങനെ ഉരുണ്ട് വീഴാതിരിക്കാനാണ് ഇവിടെ വേലി കെട്ടിയേക്കുന്നത്, കമ്പി കെട്ടിയേക്കുന്നത്. അപ്പൊ അവിടെ ഉരുണ്ട് വീണാലോ? പോട്ടേന്ന് വയ്ക്കും. എക്സ്പ്രഷൻ ആയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കിടക്കണം. അപ്പോ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോകുന്നു. ബൈ ബൈ. ഒന്ന് പ്രേമിച്ചൂടെ.